ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു എലിവേഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീടാണെന്ന് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഫുള്ളായിട്ട് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. 4.25 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വരുന്ന ഒരു വീടാണ് ഈ അടിപൊളിയായിട്ട് കാണുന്ന ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീട്. അപ്പോൾ കറക്റ്റായിട്ട് കാണുന്ന പോലെ തന്നെ കറക്റ്റ് അടിപൊളിയായിട്ട് ലുക്കായിട്ടുള്ളൊരു എലിവേഷനും കാര്യങ്ങളൊക്കെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പേയാട് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയൊക്കെ അടുത്തായിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 10 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട് നമുക്ക് വരുന്നത്. ഫ്രണ്ടേജ് കാണുന്ന പോലെ തന്നെ നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് തന്നെ പണിയിരുന്ന അടിപൊളിയായിട്ടുള്ള വില്ലാസും കാര്യങ്ങളൊക്കെ സമീപത്തായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടാറിട്ട ഒരു ഫ്രണ്ടേജും കാര്യങ്ങൾ വരുന്നുണ്ട്. സെൻട്രൽ സിറ്റിയിൽ നിന്നൊരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് വീട് ലൊക്കേഷൻ മാറി വരുന്നത്. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട്. നമുക്കൊരു പീസ്ഫുൾ സ്ഥലത്ത് നോക്കുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും തന്നെ ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ സൈലൻറ്റ് ഏരിയയിൽ തന്നെയാണ് വീടെല്ലാം പണി ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പണിയും കാര്യങ്ങളും തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണിൽ കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു ബോക്സ് മോഡൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് വീട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനാണ് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെ ഡെക്കറേഷൻ കംപ്ലീറ്റായി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് വീടിന് വരുന്നത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഫ്രണ്ടേജ് എല്ലാം തന്നെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റായി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഓപ്പണിംഗ് ഗേറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് സ്ലൈഡിങ് ഗേറ്റ് ഒരു ഫോൾഡിങ് ഗേറ്റുമായിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, അങ്ങനെ ഫുള്ളായിട്ട് ഒരു 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിലുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷൻ തന്നെയാണ്. നമുക്ക് എപ്പോഴും ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയയും കൂടെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് നമുക്ക് കുറച്ചുകൂടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗാർഡനും പ്രൊവിഷനും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീട് നമുക്ക് സോളിഡ് റോക്കിലാണ് പണിതിട്ടുള്ളത്. വാസ്തുപ്രകാരം ചെയ്തൊരു വീട് തന്നെയാണ്. കിഴക്ക് ദർശനമാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട്. 8x5 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു സിറ്റ് ഔട്ടാണ്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സിറ്റിംഗ് ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പില്ലർ നോക്കുവാണെങ്കിൽ നമുക്ക് വെട്ടുകല്ലിൻ്റെ മോഡലായിട്ട് വരുന്ന ഒരു ടൈലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവൻ തേക്കിൻ തടിയിൽ തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മനോഹരമായ ഡിസൈനും കാര്യങ്ങളും തന്നെയാണ് ഫ്രണ്ട് ഡോറിന് വേണ്ടിയിട്ട് നൽകി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകാം. ഇൻറ്റീരിയറിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിശാലമേറിയ ഒരു ഇൻറ്റീരിയർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ഹാളും ഡൈനിങ് ഏരിയ ഉൾപ്പെടെ വന്നിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കവറായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിനകത്ത് കയറി വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് ഏരിയ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വാൾപേപ്പറും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു TV യൂണിറ്റ് പ്രസൻറ്റ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയൊരു TV ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ ആയിട്ട് കോൺസെപ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ നമുക്ക് 16x22 ഡയമെൻഷൻ വരുന്നത്. ഒരു L ഷേപ്പ് മോഡൽ തന്നെയാണ് നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ചെയ്തിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസൊക്കെ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും വാൾപേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ കംപ്ലീറ്റായി ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റായി ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് ചാനൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ജനലിലും നമുക്ക് കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വേണ്ടി വരുന്ന വാഷ് ബേസിൻ കൗണ്ടർ ഈ ഒരു ഭാഗത്താണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് വാഷ് ബേസിൻ കൗണ്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസോടെ ഉൾപ്പെടെയാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റെയറിൻ്റെ താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമ്മൾ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഹാൾ, ഡൈനിങ് ഏരിയ, പിന്നെ ഒരു കിച്ചൺ, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. കിച്ചൺ നമുക്കൊരു ഓപ്പൺ മോഡൽ കിച്ചൺ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്.
നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടീഷൻ നൽകിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻസ് ഭാഗത്തൊക്കെ തന്നെ നമുക്ക് ബോക്സ് മോഡൽ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കിച്ചൺ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് പ്രത്യേകം ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന കിച്ചണിൻ്റെ മോഡുലാർ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ക്യാബിനറ്റ്സ് ഒക്കെ ഒരുപാട് മുകളിലും താഴെയുമായിട്ട് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷൻ തീമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചണിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നമുക്ക് ഫ്ലോറിംഗ് നോക്കുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്ന മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ പാറ്റേൺ ടൈൽസ് ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ്. സീലിംഗ് ഭാഗത്ത് വരുമ്പോഴത്തേക്കും സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ വുഡൻ്റെ പാറ്റേൺ വരുന്ന ഒരു സീലിങ്ങും നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ചെറിയൊരു വർക്ക് ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ വരുന്ന ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് വർക്ക് ഏരിയ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ താഴെ കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കിച്ചണിൽ നമുക്കൊരു ചിമ്മിനി ഹോബും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫേബറിൻ്റെ കമ്പനി വരുന്ന ഒരു ഹോബും കാര്യങ്ങളും തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 12x12 നമ്മുടെ കിച്ചണിൻ്റെ ഡയമെൻഷൻ വരുന്നത്. നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. 12x12 ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. നല്ലൊരു മനോഹരമായ വാൾ റൂപ്സും കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് വിൻഡോസിലൊക്കെ കർട്ടൻ ബ്ലിൻസും വന്നിട്ടുണ്ട്. ഈ ഒരു വോൾ അത്രയും നമുക്ക് വോൾ ആർട്ടും കാര്യങ്ങളെല്ലാം വാൾപേപ്പറും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തടിയെല്ലാം നമുക്ക് തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ പാറ്റേൺ വരുന്ന ഒരു ടൈൽസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ മുഴുവനും ഒരു റഫ് പാറ്റേൺ വരുന്ന ഒരു വർക്കാണ് ഈ ഒരു ചുമരിൽ ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് തന്നെ ഫർഗോള മോഡലും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റൊക്കെ ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് വീടിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാനുള്ള അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാൾ. 15x8 ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം, ഒരു ഹാൾ, അതുപോലെ തന്നെ ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 12x13 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു വാൾ വീണ്ടും വാൾ ആർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വാൾ റൂപ്സൊക്കെ താഴത്തെ റൂമിൽ കണ്ടതുപോലെ തന്നെ വാൾ റൂപ്സും ഈ ഒരു റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്കെല്ലാം സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല മനോഹരമായ ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൂം കംപ്ലീറ്റ് ആക്കിയിരുന്നത്. രണ്ട് ഭാഗത്തും നമുക്ക് വാൾ റൂപ്സ് ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് വാൾപേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 12x12 തന്നെയാണ് റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കജേരയുടെ ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ്
ഈ ഒരു ബാത്റൂമിലും ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്, ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. വാൾ റൂപ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാൾപേപ്പറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കജേറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 18x13 റൂമിൻ്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ റൂംസിലും കണ്ടതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ റൂംസ് എല്ലാം ആദ്യം പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം പണിതിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫ്ലോറിങ് കാര്യങ്ങൾ തന്നെയാണ് ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ല ഹാൻഡിൽസൊക്കെ തന്നെ ഒരു ഇരുമ്പിൻ്റെ ഹാൻഡിൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിൻ്റെ ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ ഒരു ചുമരിലായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള വെട്ടുകല്ലിൻ്റെ ഒരു ഡിസൈൻ വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഫോൾ സീലിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളീ കാണുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 78. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. പറഞ്ഞിരിക്കുന്ന പ്രൈസ് 78 എന്ന് പറയുന്ന പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. പുതിയ വീടിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഉടനെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.